ഹലോ, വെൽക്കം ടു പെപ്പ് ലേണിംഗ്. കാറ്റ് എക്സാമിനേഷനെ കുറിച്ച് തന്നെയാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട IIMകളിലേക്കും അതുപോലെ തന്നെ പ്രീമിയം സ്ഥാപനങ്ങളിലേക്കും മാനേജ്മെൻറ്റ് പഠനത്തിന് നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷനാണ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് കാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2025 എക്സാമിനേഷൻ ഈ 2024 നവംബറിൽ നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതെന്നുള്ളത് നോട്ടിഫിക്കേഷനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചു കഴിഞ്ഞു. ഏതൊക്കെ സ്ഥലങ്ങളിലാണ് എക്സാമിനേഷൻസ് നടക്കുന്നത്, എക്സാമിനേഷൻ സിറ്റീസ് എവിടെയൊക്കെയാണുള്ളത് നോക്കാം. നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, ട്രിവാൻഡ്രം, ഇങ്ങനെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം, കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം എൻട്രൻസ് എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട് എന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എക്സാമിനേഷൻ 170 സിറ്റികളിലായിട്ട് നടക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് 5 പ്രിഫേർഡ് സിറ്റീസ് എന്ത് ചെയ്യാവുന്നതാണ്, കൊടുക്കാവുന്നതാണ്. ഒരു കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 5 പ്രിഫേർഡ് സിറ്റീസ് കൊടുക്കാവുന്നതാണ്. ഹൈ ഡിമാൻഡിനനുസരിച്ച് ഈ പറയുന്ന പോലെ കാറ്റ് അതിൻ്റെ അതോറിറ്റീസ് ദേ ഹാവ് ദ റൈറ്റ് ടു സെൻറ്റർ ക്ലോസ് ചെയ്യാനും അലോട്ട് ചെയ്ത് മാറ്റാനൊക്കെ ഉള്ള അവകാശം ഉണ്ടെന്നുള്ള കൂടിയും സൂചിപ്പിക്കുന്നുണ്ട്. ഇനി പിന്നീട് രജിസ്ട്രേഷൻ ഫോം അപേക്ഷിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന ഒന്ന് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ടെസ്റ്റ് സിറ്റി പ്രിഫറൻസിൽ മാത്രമാണ് എന്നുള്ളതാണ്. എക്സാമിനേഷൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 24, 2024 ആണ്. 2024 നവംബർ 24 അതായത് ഈ വർഷം നടക്കുന്ന എക്സാമിനേഷൻ എന്തിനു വേണ്ടിയാണ് പരിഗണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 നടക്കുന്ന അഡ്മിഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, പരിഗണിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ എക്സാമിനേഷൻ്റെ ഒരു സ്വഭാവം എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. എക്സാമിനേഷൻ്റെ ടെസ്റ്റ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 120 മിനിറ്റ്സ് ആണ്. അതിൽ തന്നെ എന്തൊക്കെ ഉണ്ടാവും, വെർബൽ എബിലിറ്റി, റീഡിംഗ് കോംപ്രഹെൻഷൻ ഉണ്ടാവും സെക്ഷൻ 1-ൽ. സെക്ഷൻ 2-ൽ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ലോജിക്കൽ റീസണിംഗ് എന്നുള്ള ഏരിയ ഉണ്ടാവും. അതുപോലെ തന്നെ സെക്ഷൻ 3-ൽ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി എന്ന് പറയുന്ന ഏരിയ ഉണ്ടാവും എന്നതാണ്. ഈ പറയുന്ന പോലെ 40 മിനിറ്റ്സ് ഫോർ ആൻസറിങ് ക്വസ്റ്റ്യൻസ് ഇൻ ഈച്ച് സെക്ഷൻ എന്നുള്ളതാണ്. അതായത് 40 മിനിറ്റ് വീതമുള്ള 3 സെക്ഷൻസ്, 40 + 40 + 40 എന്നുള്ള സ്വഭാവത്തിലാണ് ഉണ്ടാവുക. 40 മിനിറ്റ് വീതമുള്ള 3 സെക്ഷനുകളാണ് ഉണ്ടാവുക. അതിൽ ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ, പിന്നീട് തിരിച്ചു വരാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് അതിൻ്റെ സിസ്റ്റം ഉണ്ടാവുക എന്നുള്ളതാണ്. മോക്ക് എക്സാമിനേഷൻ നിങ്ങൾക്ക് നടത്താൻ പറ്റുന്ന സ്വഭാവത്തിലാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത്. വിശദമായിട്ടുള്ള എല്ലാ വിവരങ്ങളും IIM കാറ്റിലേക്ക് നിങ്ങൾ വരിക എന്നുള്ളതാണ്. ഇനി പ്രധാനപ്പെട്ട FAQs എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത്, രജിസ്ട്രേഷൻ, കാറ്റഗറി, സെലക്ഷന്, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ FAQയിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് എന്നുള്ളത് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. IIMകളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ട്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഡൽഹി യൂണിവേഴ്സിറ്റി കാറ്റ് സ്കോറാണ് പരിഗണിക്കുന്നത്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി കാറ്റ് സ്കോറാണ് പരിഗണിക്കുന്നത്. ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് IIMകളെല്ലാം, ഓൾ IIMs, ഇവിടെ പരാമർശിച്ചിട്ടുള്ള എല്ലാ IIMകളും, കാരണം IIM തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന എൻട്രൻസ് എക്സാമിനേഷൻ സംഘടിപ്പിക്കുക കൂടി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള എല്ലാ IIMകളിലേക്കും എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും എന്നതാണ്. കാറ്റ് എക്സാമിനേഷൻ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ കാറ്റ് എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് നടക്കുന്നത് ഇവിടെയാണ്. ഈ പറയുന്ന പോലെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് ഡീറ്റെയിൽസ് ചോദിക്കും. ഡീറ്റെയിൽസിൽ നിങ്ങൾ മാക്സിമം നിങ്ങളോട് ഡാറ്റ, അപ്ലിക്കൻ്റ് നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സൊക്കെ ആണ് ചോദിക്കുക. അതൊക്കെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ കൃത്യമായി നിങ്ങൾ അതിന് നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം ഇമെയിൽ അഡ്രസ്സും സ്വന്തം ഫോൺ നമ്പറും ഒക്കെ തന്നെ കൊടുക്കണം എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ്. അതിനുശേഷം നിങ്ങളുടെ പേര് ചോദിക്കും, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ അഡ്രസ്സ്, കൺട്രി, മൊബൈൽ നമ്പർ, കണ്ടതിന് ശേഷം OTP ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ജനറേറ്റ് ചെയ്തതിന് ശേഷം അടുത്തടുത്ത പ്രോസസ്സിലേക്ക് ഇങ്ങനെ കടക്കുകയാണ് നമ്മൾ ചെയ്യുക എന്നതാണ്.
അപ്പോൾ ഓൾറെഡി നിങ്ങൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ഇയർ എന്നുള്ളത് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. നിങ്ങൾ പാസ്വേഡ് ഫോർഗോട്ട് ആയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കുക, പാസ്വേഡ് ചേഞ്ച് ആക്കണമെങ്കിൽ ചേഞ്ച് പാസ്വേഡ് എന്നുള്ളത് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് അതിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടതായിട്ടുണ്ടാവുക. അപ്പോൾ ഇതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കാറ്റ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട IIMകളിലേക്കോ MBA പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കോ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യേണ്ട ഒരു പരീക്ഷയാണ് കാറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. പൊതുവേ ആളുകൾ മനസ്സിലാക്കുന്നത് കാറ്റ് ഭയങ്കര ടഫായിട്ടുള്ള എക്സാമിനേഷൻ ആണെന്നുള്ളതാണ്. ടഫായിട്ടുള്ള എക്സാമിനേഷൻ തന്നെയാണ്. പക്ഷേ നിങ്ങൾ അതിനനുസരിച്ചുള്ളൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഓരോരോ അഫിഡവിറ്റിനെ സംബന്ധിച്ചും സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നത് സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഫോർമാറ്റുകളും അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്, സെലക്ഷൻ പ്രോസസ്സ് എന്താണ്, അതിൻ്റെ എലിജിബിലിറ്റി എന്താണ്, ഇൻഫർമേഷൻ ബുള്ളറ്റിലെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഇൻഫർമേഷൻ ബുള്ളറ്റിനിലൂടെ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട IIMകൾ ഈ പറയുന്ന നേരത്തെ സൂചിപ്പിച്ച എല്ലാ IIMകളും അതിൽ വരുന്ന ഒരു സംഗതിയാണ്. അതിൽ ഏതൊക്കെയാണ് അവിടെ കൊടുക്കുന്ന പ്രോഗ്രാമുകൾ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. IIM അഹമ്മദാബാദിൽ PGP പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം, ഈ പറയുന്ന പോലെ ഫിനാൻഷ്യൽ ബിസിനസ് മാനേജ്മെൻറ്റ്, അങ്ങനെ ഓരോരോ. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ IIM കോഴിക്കോടാണുള്ളത്. IIM കോഴിക്കോടിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സ്പെഷ്യലൈസേഷൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നതാണ്. IIMകളാണ് പ്രധാനമായിട്ടും വരുന്നത്. IIMകളെ കൂടാതെ മറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ, ഈ കാറ്റ് സ്കോർ വെച്ചുകൊണ്ട് കൊടുക്കുന്ന സ്ഥാപനങ്ങളിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, അപേക്ഷിക്കാവുന്നതാണ് എന്നുള്ളതാണ്. റിസർവേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ പ്രോസസ്സും. എൻ്റെ അപ്ലിക്കേഷൻ ഫീസ് കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 1250 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസായിട്ട് SC ST PWD കാൻഡിഡേറ്റ്സിന് വരുന്നത്. 2500 രൂപയാണ് ഫോർ ഓൾ അതർ കാൻഡിഡേറ്റ്സ്. മറ്റെല്ലാ കാൻഡിഡേറ്റ്സിനും 2500 രൂപയാണ് വരുന്നത്. ജനറൽ കാറ്റഗറിയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം 2500, OBCക്കാർക്ക് 2500, ബാക്കി SC ST PWD കാറ്റഗറി വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം 1250 രൂപയാണ് വരുന്നത് എന്നതാണ്. അപ്പോൾ ഏകദേശം സെക്കൻഡ് വീക്ക് ഓഫ് ജാനുവരിയിലേക്കൊക്കെ ഈ പറയുന്ന പോലെ എൻട്രൻസ് എക്സാമിനേഷൻ റിസൾട്ട് വരാൻ സാധ്യതയുണ്ട്. 2025 ഡിസംബർ 31 വരെയാണ് ഈ പറയുന്ന എൻട്രൻസ് എക്സാമിനേഷൻ്റെ കാറ്റ് സ്കോറിൻ്റെ കാലാവധി ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ്. സോ വെബ്സൈറ്റിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക, ആപ്ലിക്കേഷൻ കൊടുക്കുക, എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുക, ഇന്ത്യയിലെ ഏറ്റവും മികച്ച IIMകളിലേക്കോ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കോ എത്തിച്ചേരാം. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.